അപ്പൊ അവിടെ നിന്ന് എടുത്തപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. കണ്ണൊക്കെ തുറന്ന് തള്ളി പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, നാവ് പുറത്തേക്ക് കടിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ 8 വർഷക്കാലമായി ക്രിമിറ്റോറിയത്തിൽ ജോലി ചെയ്തു വരുന്നു. ഈ 8 വർഷത്തിൽ ഒരു 7000-അടുത്ത് മൃതദേഹങ്ങൾ ഞാൻ ദഹിപ്പിച്ചിട്ടുണ്ട്. ഒരു മരണ വീട്ടില് പോവാനായിട്ട് പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് എന്റെ ഫാമിലിയെ ഞാൻ അറിയിച്ചിരുന്നില്ല ഞാൻ ഈ ഒരു ജോലിക്കാണ് പോകുന്നത്. വലിയൊരു മനുഷ്യനാണ് അന്ന് കൊണ്ടുവന്നത്, ആദ്യമായിട്ട് ബോഡി കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ബോഡി മരിച്ചിട്ട് കൊണ്ടുവന്നിരുന്നത്. ആള് കത്തിക്കഴിഞ്ഞപ്പോ വളരെ കുറച്ച് ചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആക്സിഡന്റ് ആയിട്ടും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടും അല്ലെങ്കിൽ അസുഖം മൂലവും കുട്ടികള് അതുപോലെ അപ്പൊ അവര് വരുമ്പോഴുള്ള അവരുടെ ഒരു വല്ലാത്തൊരവസ്ഥ അത് പല രീതിയിലും ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. ചില ആൾക്കാർ ഇവിടെ തന്നിട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും ഇവിടെ കൊടുത്തിട്ട് വീട്ടിലേക്ക് എത്തിയാൽ മതി, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി എന്നുള്ള ചിന്തയിലുള്ള ആൾക്കാരുണ്ട്. അത് നല്ല സ്മെല്ലായിരിക്കും. കൂടെ വരുന്ന ബന്ധുക്കൾക്ക് പോലും മാറുന്നതിന്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് മാസ്ക് വെച്ചോ, അങ്ങനെ വേണ്ട. ചിലപ്പോ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ കണ്ടു കിട്ടുന്നതെങ്കിൽ എന്റെ ബോഡിയും അതുപോലെ ഒരു ജീർണാവസ്ഥയിലായിട്ടുണ്ടായില്ലേ. അപ്പൊ അതും മറ്റുള്ളവരല്ലേ അനുഭവിക്കേണ്ടത്. കൊച്ചിന്റെ ബോഡി കൊണ്ടുവന്നപ്പോഴാണ് അത് അവര് വിളിച്ചു പറഞ്ഞത്. എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ കേട്ടത് 7 വയസ്സെന്നാണ് കേട്ടത്, പക്ഷെ അത് 7 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. അവര് കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിലേക്കാണ് തന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ മൃതദേഹം ദഹിപ്പിച്ചിരിക്കുന്ന ഒരു 12 എണ്ണം ഒരു ദിവസം സംസ്കരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബോഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കത്തിത്തീരുന്നത് കാലുകളാണ് ആദ്യം കത്തിത്തീരും. മെഡിസിൻ കഴിച്ചുന്ന ഒരുപാട് മെഡിസിൻ കഴിച്ച ആൾക്കാരാണെങ്കിൽ ആ ചെസ്റ്റ് ഭാഗമൊക്കെ കത്താനായിട്ട് ഭയങ്കര സമയം എടുക്കും. പക്ഷെ അതിനധികം ഈ ഇതുണ്ടാവില്ല, മറ്റേ അസ്ഥി ഉണ്ടാവില്ല. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ മദ്യപിക്കുന്ന ആൾക്കാരുടെ ബോഡി കത്തുമ്പോ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത് കാരണം നന്നായിട്ട് ആളി കത്തുന്നൊക്കെ പറയുന്നത്. ആളിടക്ക് എന്റെ അടുത്ത് പറയും ഞാൻ മരിച്ചതിന്റെ ഇടയിൽ അങ്ങോട്ട് കൊണ്ടുവരണട്ടാ, പൈസ അവിടെ കൂട്ടിയോ എന്നുള്ളതൊക്കെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ നിങ്ങളൊന്നും പെട്ടെന്നൊന്നും മരിക്കൂല, അത് ഇഷ്ടപരം പന പോലെ വളർത്തുന്നൊക്കെ ഞങ്ങൾ തമാശക്ക് അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം രാവിലെ ഇതുപോലെ തന്നെ കേട്ട ഒരു വാർത്ത ഇതാണ്, ആള് ആത്മഹത്യ ചെയ്തതാണ്. ഹിന്ദു മതസ്ഥരല്ലാതെ പിന്നെ കൂടുതലും നമ്മൾ സംസ്കരിച്ചിട്ടുള്ളത് ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയാണ്. എൻ്റെ പേര് സുബീന എന്നാണ്. ഞാൻ ഇരിങ്ങാലക്കുട SMBS സമാജത്തിന്റെ കീഴിലുള്ള മുക്തിസ്ഥാൻ ക്രിമിറ്റോറിയത്തിന്റെ ഓപ്പറേറ്റർ ആണ്. ഞാൻ 8 വർഷക്കാലമായി ക്രിമിറ്റോറിയത്തിൽ ജോലി ചെയ്തു വരുന്നു. ഈ കാലയളവിൽ ഞാൻ 7000-അടുത്തോളം ബോഡികൾ സംസ്കരിച്ചിട്ടുണ്ട്. SMBS സമാജത്തിന്റെ കീഴിൽ ഒരു മുക്തിസ്ഥാൻ ക്രിമിറ്റോറിയം ഓപ്പൺ ആവണമെന്ന് അറിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അതിന്റെ ഭാരവാഹികൾ തന്നെ ജോലിക്ക് ഈ ഏരിയയിലുള്ള ആൾക്കാർ അന്വേഷിച്ച് നടന്നിരുന്ന സമയത്ത് ഹസ്ബൻഡിന്റെ വാപ്പയുടെ കയ്യിൽ ഇങ്ങനെ നമ്പർ കൊടുത്ത് പറയുണ്ടായി. അപ്പൊ വാപ്പയാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ജോലിക്ക് നോക്കുന്നുണ്ട്, അപ്പൊ സുബിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ, അവിടെ ഓഫീസ് സ്റ്റാഫിനൊക്കെ വേണമെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് എനിക്കൊരു ജോലി അനിവാര്യമായ ഒരു സമയമായിരുന്നു. അതായത് എൻ്റെ വീട്ടില് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് മരം വെട്ടായിരുന്നു ജോലി. അപ്പൊ മരത്തുമെന്ന് വീണിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്നത്. ആ സമയത്താണ് ക്രിമിറ്റോറിയം ഓപ്പണിംഗ് ആവണമെന്ന് അറിഞ്ഞത്. ഞാൻ എൻ്റെ 24-ാമത്തെ വയസ്സിലാണ് ഞാൻ ക്രിമിറ്റോറിയത്തിൽ ഓപ്പറേറ്ററായിട്ട് ജോലിക്ക് വരുന്നത്. എൻ്റെ പ്രാരാബ്ദം കൊണ്ട് ഞങ്ങൾ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മരിച്ചവരെ സംസ്കരിക്കാനായിട്ട് ജോലിക്ക് വന്നു. മുസ്ലിം സമുദായത്തിൽ നിന്ന് എനിക്ക് ഇതുവരെ ഒരു എതിർപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ കാസ്റ്റ് അടിസ്ഥാനത്തിൽ ആരും എതിർപ്പുകളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഫാമിലിയിൽ നിന്ന് ഒട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ഫാമിലിയെ ഞാൻ അറിയിച്ചിരുന്നില്ല ഞാൻ ഈ ഒരു ജോലിക്കാണ് പോകുന്നത് എന്നുള്ളത്. അതായത് എൻ്റെ ഉമ്മക്കോ അപ്പക്കോ എൻ്റെ അനിയത്തിക്കോ ഒഴികെ വേറെ ആരോടും ഞാൻ പറഞ്ഞിരുന്നില്ല ഇങ്ങനത്തെ ഒരു ജോലിക്കാണ് പോകുന്നത്, ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാനാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിരുന്നില്ല. ഒരു ജോലി ഉണ്ട്, ഒരു ഓഫീസിലൊരു സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ ഇതുപോലൊരു വനിതാ ദിനത്തില് എൻ്റെ ഒരു വീഡിയോ ഒക്കെ മൊത്തത്തിൽ വൈറലായപ്പോഴാണ് എല്ലാവരും അറിയുന്നത്, ഫാമിലി തന്നെ അറിയുന്നത്. സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അയ്യോ ക്രിമിറ്റോറിയത്തിൽ എന്ത് ചെയ്യാനാണ് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യാം എന്നുള്ളത് ഞാനിപ്പോ തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മരണ വീട്ടിൽ പോവാനായിട്ട് പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ക്രിമിറ്റോറിയത്തിൽ ജോലിക്ക് വരുന്നത്. എന്റെ ബുദ്ധിമുട്ടിന്റെ ഞാൻ ഈ ക്രിമിറ്റോറിയത്തിൽ ജോലിക്ക് കയറിയിട്ട് ഭയം കൊണ്ട് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതൊരു നാണക്കേടല്ലേ, അല്ലെങ്കിൽ തന്നെ സമൂഹം കളിയാക്കുന്നു. എന്ത് ചെയ്യും പെൺകുട്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞെടുത്ത് പിന്നെ ഞാനിൽ നിന്ന് പിന്മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പരിഹാസം ഞാൻ നേരിടേണ്ടി വരില്ലേ. അതുകൊണ്ട് ഞാൻ എൻ്റെ മനോധൈര്യം മുൻപോട്ട് വെച്ച്
ഞാൻ മുമ്പോട്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ക്രിമിറ്റോറിയത്തിലെ ഓഫീസ് സ്റ്റാഫായിട്ടാണ്. പിന്നെ അവിടുത്തെ മൊത്തം കാര്യങ്ങൾ നോക്കണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ദഹിപ്പിക്കേണ്ടി വരൂ എന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നില്ല. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് സജീവ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ആളാണ് ഇതിന്റെ മെയിൻ ഓപ്പറേറ്റർ. അപ്പൊ ആളത് ചെയ്യണ കണ്ടപ്പോ ആളുടെ കൂടെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ആദ്യത്തെ ബോഡി കണ്ടപ്പോ ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ എന്നുള്ളൊരു തോന്നലാണ്. ഒരു വലിയൊരു മനുഷ്യനാണ് അന്ന് കൊണ്ടുവന്നത്, ആദ്യമായിട്ട് ബോഡി കൊണ്ടുവന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു ബോഡി മരിച്ചിട്ട് കൊണ്ടുവന്നിരുന്നത്. ആള് കത്തിക്കഴിഞ്ഞപ്പോ വളരെ കുറച്ച് ചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാരം അസ്ഥിയൊക്കെ വളരെ കുറവായിരുന്നു. അപ്പൊ ഒരു മനുഷ്യൻ നമ്മൾ ഈ പുറമെ കാണുന്ന രീതിയിലുള്ളതല്ല. കത്തിച്ചു കഴിഞ്ഞാൽ വെറും ചാരും അസ്ഥിയും മാത്രമാണ്. പല രീതിയിലും മരണപ്പെട്ടിട്ട് കൊണ്ടുവരാം. ആക്സിഡന്റ് ആയിട്ടും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടും അല്ലെങ്കിൽ അസുഖം മൂലവും കുട്ടികള് അതുപോലെ. അപ്പൊ അവര് വരുമ്പോഴുള്ള അവരുടെ ഒരു വല്ലാത്തൊരവസ്ഥ അത് പല രീതിയിലും ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. ചില ആൾക്കാർ ഇവിടെ തന്നിട്ട് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും ഇതൊന്നും ഇവിടെ കൊടുത്തിട്ട് വീട്ടിലേക്ക് എത്തിയാൽ മതി, മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ മതി എന്നുള്ള ചിന്തയിലുള്ള ആൾക്കാരുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. പെട്ടെന്ന് നമുക്ക് തന്നിട്ട് പോകണവര് അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാനോ അവർ ശ്രമിക്കുന്നില്ല. തരിക പോവാ, അത്രേ ഉള്ളൂ. ചില ആൾക്കാർ അവരുടെ ആ ഒരു വല്ലാത്തൊരു അവസ്ഥ അല്ലെങ്കിൽ വല്ലാത്തൊരു എന്നിട്ട് പറയാ അവരുടെ ഒരു വിഷമം അവരവിടെ തന്നെ പറഞ്ഞറിയിക്കാണ്. നിന്ന് വിഷമിച്ച് നിൽക്കുമ്പോ അത് വളരെയധികം സങ്കടം വരാറുണ്ട്. എന്നാലും ഞാനത് പുറത്ത് കാണിക്കാറില്ല, ഉള്ളിലുണ്ടെങ്കിലും. ആള് താമര പൊട്ടിക്കാനെ കണ്ട് പോയതാണ്. ചെമ്മണ്ട കായലിലെ കനാൽ എവിടെയോ ആള് ഫിക്സ് വന്നിട്ട് ചെളിയിലേക്ക് തലഭാഗം പൂണ്ടു പോയതാന്ന് തോന്നുന്നുണ്ട്. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ആണ് തോന്നണം ആ ബോഡി കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ആരോ വരാനുള്ളത് കൊണ്ട് അവരത് അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ചായിരുന്നു. എന്നിട്ട് കെട്ടി പൊതിയാതെ പോലും ആ ഫ്രീസറോടുകൂടി അങ്ങനെ തന്നെയാണ് ക്രിമിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ അവിടെ നിന്ന് എടുത്തപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. കണ്ണൊക്കെ തുറന്ന് തള്ളി പുറത്തേക്ക് തള്ളിയിരിക്കുന്നു, നാവ് പുറത്തേക്ക് കടിച്ചു പിടിച്ചിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനത്തെ പല അവസ്ഥകളും അനുഭവങ്ങളും കടന്നു പോയിട്ടുണ്ട്. നല്ല സ്മെല്ലായിരിക്കും. കൂടെ വരുന്ന ബന്ധുക്കൾക്ക് പോലും മാറുന്നത്. എൻ്റെ അടുത്ത് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട് മാസ്ക് വെച്ചോ, അങ്ങനെ വേണ്ട, അത് പരിചയമായി. പിന്നെ അത് മാത്രല്ല, എന്റെ ലൈഫ് ഇനി മുമ്പോട്ട് പോകുന്ന ജീവിതത്തിൽ ഞാൻ എങ്ങനെയാണ് മരിക്കുക അല്ലെങ്കിൽ ഞാൻ എന്തായി തീരുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ എവിടെയെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും കിടന്ന് മരണപ്പെടുന്നത്. ചിലപ്പോ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ കണ്ടു കിട്ടുന്നതെങ്കിൽ എന്റെ ബോഡിയും അതുപോലൊരു ജീർണാവസ്ഥയിലായിട്ടുണ്ടാവില്ലേ. അപ്പൊ അതും മറ്റുള്ളവരല്ലേ അനുഭവിക്കേണ്ടത്. ഞാനിപ്പം ഇങ്ങനെ ഒരു പുണ്യം ചെയ്യുമ്പോൾ എന്റെ ബോഡി എടുക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. മുമ്പ് ഞാൻ ഇതുപോലൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ഓട്ടോ ഇടിച്ചിട്ട് വന്നിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് ഒരനുഭവം എന്ന് പറയുന്നത് ഒരു കൊച്ചിന്റെ ബോഡി കൊണ്ടുവന്നപ്പോഴാണ്. അത് അവര് വിളിച്ചു പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ കേട്ടത് 7 വയസ്സെന്നാണ് കേട്ടത്. പക്ഷെ അത് 7 ദിവസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയായിരുന്നു. അവര് കൊണ്ടുവന്നിട്ട് എന്റെ കയ്യിലേക്കാണ് തന്നത്. അവര് ആ ഒരു ടർക്കിയിൽ പൊതിഞ്ഞിട്ട് എന്റെ കയ്യിൽ തന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഞാൻ അവരെ കൊണ്ട് തന്നെ അത് പൊതിയാൻ പറഞ്ഞു, വെള്ളത്തുണിയിൽ പൊതിയാൻ പറഞ്ഞു. ചേച്ചി തന്നെ ചെയ്തോന്നും പറഞ്ഞിട്ട് ആ കുട്ടിയുടെ അച്ഛനാന്ന് തോന്നുന്നുണ്ട് എന്റെ കയ്യിലേക്ക് വെച്ച് തന്നത്. ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങി നോക്കുകയാണ്. എനിക്ക് അനിയത്തി ഇതുപോലെ പ്രായമുള്ള 2 കുട്ടികളുണ്ട്. ഞാൻ എന്റെ ലൈഫിലേക്ക് ഇറങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയാണത്. വേറൊരു അനുഭവം എന്ന് പറയാനാണെങ്കിൽ ഓട്ടോയുടെ പിന്നിൽ ഒരു ബസ് ഇടിച്ച സംഭവമാണ്. ഒരു 10 വയസ്സ് ഉള്ളു ആവറേജ്, അത്ര ഉള്ള ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അത് സംസ്കരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. ആ ഒരു സമയത്ത് എന്റെ മകനും ആ ഒരു ഏജ് തന്നെയാണ്. അപ്പോഴും ഞാൻ എന്റെ ലൈഫിലേക്ക് ആഴ്ന്നിറങ്ങി ഞാൻ പോയി. എന്നാലും ഞാൻ എന്റെ ധൈര്യം, ഈ ഒരു മനോധൈര്യം ഞാൻ വിട്ടില്ല. ഞാൻ എന്റെ ജോലി അത് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു. വിഷമം ഉള്ളിലുണ്ടെങ്കിൽ കൂടി. മൃതദേഹം ദഹിപ്പിക്കാനായിട്ട് വരുമ്പോ നമുക്ക് ഇവിടെ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണം. മരണപ്പെട്ട ആളുടെയും കൊണ്ടുവരുന്ന ആളുടെ ആധാർ കാർഡിന്റെ കോപ്പി, വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തിയ ഒരു സാക്ഷ്യപത്രവും വേണം. ഇൻ കേസ് പോസ്റ്റ്മോർട്ടം കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റേഷൻ പരിധിയിലാണോ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ആ സ്റ്റേഷനിലെ NOC അതും നമുക്ക് നിർബന്ധമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ മൃതദേഹം ദഹിപ്പിച്ചിരിക്കുന്ന ഒരു 12 എണ്ണം ഒരു ദിവസം സംസ്കരിച്ചിട്ടുണ്ട്. അതും 12ഉം കൊറോണ സമയത്ത് കോവിഡായിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. പിന്നീട് കൊറോണയ്ക്ക് ശേഷം മറ്റു എല്ലാ പഞ്ചായത്തുകളിലും ക്രിമിറ്റോറിയം ഓപ്പണിംഗ് ആയതോടുകൂടി നമുക്ക് വരുന്നതൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമുക്കിപ്പോ വളരെയധികം കുറവാണ് വരുന്നത്. മിനിമം ഒരു 6 എണ്ണമൊക്കെയാണ് നമുക്ക് ഡെയിലി സംസ്കരിക്കാനായിട്ട് ഉണ്ടാവാറ്. ട്രോളിയിലേക്ക് ബോഡി കടത്തിങ്ങായിട്ട് ചേമ്പറിനുള്ളിലേക്ക് തള്ളുമ്പോൾ ഞാനൊന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്, ഈ പോകുന്ന ആത്മാവിന് നിത്യശാന്തി ലഭിക്കണേ ഭഗവാനെന്ന്. അത് പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം തന്നെയാണ്. പുറമേ പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ പറയുന്നൊരു സംഭവമാണത്. സാധാരണ നമുക്ക് ഫസ്റ്റ് ബോഡിക്ക്
ഒരു 1.5-1.25 മണിക്കൂറാണ് നമുക്ക് മാക്സിമം വേണ്ടത്. ഞങ്ങളുടെ മെഷീനറിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പല സ്ഥലത്തും പല മെത്തേഡിലുള്ളതാണ്. പക്ഷെ ഞങ്ങളുടേത് ഇത്തിരി ഹെവി ബർണറും കാര്യങ്ങളായത് കാരണം ഞങ്ങൾക്ക് ഒരു 1.25 മണിക്കൂറാണ് ഫസ്റ്റ് ബോഡിക്ക് വേണ്ടത്. പിന്നെ അവിടെ നിന്ന് അത് ടെമ്പറേച്ചർ അനുസരിച്ച് അതിന്റെ ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സമയം കുറഞ്ഞു വരും. 20 മിനിറ്റ് കൊണ്ടൊക്കെ ബോഡി കത്തി കഴിയുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ബോഡി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കത്തിത്തീരുന്നത് കാലുകളാണ് ആദ്യം കത്തിത്തീരുക. പിന്നെ അരക്കെട്ടും ചെസ്റ്റിന്റെ ഭാഗമാണ് പിന്നെയും കത്തിത്തീരാനായിട്ട് കുറച്ച് താമസം എടുക്കുക. പിന്നെ ഹീറ്റായിരിക്കുന്നത് കൊണ്ട് വേഗം കത്തിത്തീരും. ഏറ്റവും അധികം ഈ കത്തിത്തീരാനായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ തീരാനായിട്ട് താമസം എടുക്കുന്നത് ഈ മെഡിസിൻ കഴിക്കുന്ന ഒരുപാട് മെഡിസിൻ കഴിച്ച ആൾക്കാരാണെങ്കിൽ ആ ചെസ്റ്റ് ഭാഗമൊക്കെ കത്താനായിട്ട് ഭയങ്കര സമയം എടുക്കും. തടിയുള്ളവരുടെയും പെട്ടെന്ന് കത്തിത്തീരും. പക്ഷെ അതിനധികം ഈ ഇതുണ്ടാവില്ല, മറ്റേ അസ്ഥി ഉണ്ടാവില്ല. കുറച്ച് ചാരായിരിക്കും കൂടുതൽ തടിയുള്ളവർക്ക്. തടി കുറഞ്ഞ ആൾക്കാർക്ക് അത്യാവശ്യം അസ്ഥി ഉണ്ടാവും. ദഹിപ്പിച്ച ശേഷം അപ്പൊ തന്നെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ സമയം കൊടുക്കുകയാണ്. 2 മണിക്കൂർ ഗ്യാപ്പിട്ട് ടൈം കൊടുക്കുകയാണ് ഞങ്ങള്. അപ്പൊ ആദ്യത്തെ പൊടി കത്തി കഴിയുമ്പോൾ ഞങ്ങൾക്ക് മിഷനറിയുടെ താഴെ ഒരു ട്രേ ഉണ്ട്. ആ ട്രേയിലേക്കാണ് ഈ അസ്ഥി വീഴണത്. അപ്പൊ തന്നെ ഞങ്ങളത് മാറ്റി വെക്കും. ഒരു കുടുക്കയിൽ പേരെഴുതി അത്യാവശ്യം കർമ്മത്തിനുള്ള അസ്ഥികളെല്ലാം കുടുക്കയിലിട്ട് ബാലൻസ് വരുന്ന അസ്ഥി നമ്മളൊരു കവറിൽ കെട്ടി വെച്ച് എല്ലാം അവർക്ക് തന്നെ കൊടുത്തു വിടുകയാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഈ മദ്യപിക്കുന്ന ആൾക്കാരുടെ ബോഡി കത്തുമ്പോൾ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളത് കാരണം നന്നായിട്ട് ആളി കത്തുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ മെഷീനറിയിൽ ആ ഒരു ആ ഒരു ഫോഴ്സ് അങ്ങനെ ആയത് കാരണം ഞങ്ങൾക്ക് അത് ഇത് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റണില്ല. എനിക്കറിയില്ല അത് കേട്ടാ. ഇപ്പൊ 8 വർഷമായിട്ടും എനിക്ക് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല, തോന്നിയിട്ടുമില്ല അവർക്ക് വേഗം ആളി കത്തും എന്നുള്ളൊരു തോന്നല് ഇതുവരെ ഇല്ല. എന്നെ സങ്കടപ്പെടുത്തിയ ഒരു നിമിഷം എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ അച്ഛനും കൂടിയിട്ടായിട്ടുള്ള വീടിനടുത്തുള്ള ക്രിമിറ്റോറിയത്തിനടുത്തുള്ള ഒരു സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്. ആള് വീട്ടിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അപ്പൊ ആളിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും, ഞാൻ മരിച്ചതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കൊണ്ടുവരണട്ടാ, പൈസ അവിടെ കൂട്ടിയോ എന്നുള്ളതൊക്കെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും പെട്ടെന്നൊന്നും മരിക്കൂല, അത് ഇഷ്ടപരപ്പാനെ പോലെ വളർത്തുന്നൊക്കെ ഞങ്ങൾ തമാശക്ക് അവിടെ ഇരുന്ന് അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം രാവിലെ ഇതുപോലെ തന്നെ കേട്ട ഒരു വാർത്ത ഇതാണ്, ആള് ആത്മഹത്യ ചെയ്തതാണ്, മരണപ്പെട്ടു എന്ന്. പക്ഷെ ആളുടെ ആഗ്രഹം ഇങ്ങോട്ട് വരണം എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞത് കൊണ്ടതായിരിക്കും ഞാനൊന്ന് വിളിച്ചായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങോട്ട് ചോദിക്കാൻ പാടില്ലാഞ്ഞിട്ടും ഞാൻ ചോദിച്ചു എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ, ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇത്തിരി തിരക്കുള്ള ദിവസമാണ്, നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആളുടെ ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ചു ചോദിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ അവരുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ക്രിമിറ്റോറിയത്തിലേക്കാണ് കൊണ്ടുവന്നത്, ഞാൻ തന്നെയാണ് സംസ്കരിച്ചത്. ഞാൻ എൻ്റെ പിറ്റേ ദിവസം അസ്ഥി എടുത്തതും ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ചേട്ടന് വന്നിട്ടായിരിക്കും എടുക്കുക. പക്ഷെ എന്തോ എനിക്കത് എടുത്തു വെക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ തന്നെയാണ് അസ്ഥി മാറ്റി കുടുക്കയിലാക്കി വെച്ചതും എല്ലാം ചെയ്തതും. വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാര്യം നമ്മള് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ആളെങ്ങനെ കിടന്നപ്പോ നമ്മളിപ്പോ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കണം എന്നില്ലല്ലോ. എന്തോ അത്രയും ഉണ്ടാവുള്ളായിരിക്കാം ആൾക്ക് ആയുസ് വിധിച്ചിട്ടുള്ളതായിരിക്കാം. ഹിന്ദു മതസ്ഥരല്ലാതെ പിന്നെ കൂടുതലും നമ്മൾ സംസ്കരിച്ചിട്ടുള്ളത് ഈ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയാണ്. അത് കൂടുതലും കൊറോണ സമയത്താണ്. കോവിഡ് സമയത്ത് കല്ലറയിൽ അടക്കം ചെയ്യാൻ പറ്റില്ല, കവർ അത് ഇതായിട്ട് പോകില്ല എന്നുള്ളത് കൊണ്ട് നമ്മളവിടെ സംസ്കരിച്ച് അവരസ്ഥി നമ്മളൊരു കുടുക്കയിലാക്കി മഞ്ചയിൽ വെച്ച് ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കോവിഡിനെ സംസ്കരിച്ചിരിക്കുന്നതും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്.